CMRL എക്സാലോജിക് കേസ് പാർട്ട് 2 പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലീഗൽ എക്സ്പേർട്ട് എന്നാവണം അല്ലെങ്കിൽ ലോ എക്സ്പേർട്ട് എന്നാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു നാട്ടിൽ ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കെമിക്കൽ ഫാക്ടറിയിൽ ഒരു തീപിടുത്തത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്ലി സർവീസും കാര്യങ്ങളും മെയിൻ്റനൻസ് ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ടാവും, ചെക്കപ്പ് ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനി നാട്ടിലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫയർ സ്റ്റേഷനുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കോൺട്രാക്ട് പ്രകാരം ഒരു മാസം ഒരു നിശ്ചിത എമൗണ്ട് ഇവർക്ക് സർവീസിന് വേണ്ടി കൊടുക്കും, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയർ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ വരും വേണം. ഇതാണ് കണ്ടീഷൻ. അങ്ങനെ ഈ കോൺട്രാക്ട് സ്മൂത്ത് ആയിട്ട് പോവാണ്. ഈ പറഞ്ഞ പോലെ മന്ത്ലി പണം ഇടപാടുകൾ നടക്കുന്നു, ഓൺലൈൻ ട്രാൻസ്ഫർ ആണ്, രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാക്സ് രണ്ട് ടീമും അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന 3 വർഷത്തിന് സമയത്തിനിടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഈ കെമിക്കൽ ഫാക്ടറി ഒരു റെയ്ഡ് നടത്തുമെന്ന് വിചാരിക്കാം. ആ റെയ്ഡ് നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കണ്ടുപെടുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സർവീസുകളും ഈ ഫയർ സ്റ്റേഷൻ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല, ഒരു രേഖകളില്ല. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരും പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു സർവീസൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്ന്. ഇതാണ് എക്സാലോജിക്കിനും CMRLൻ്റെ കേസ്. അവിടുത്തെ എംപ്ലോയീസിനോട് ചോദിച്ച സമയത്ത് ഞങ്ങൾക്ക് സർവീസുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. MD പറഞ്ഞു ഞങ്ങൾ പൈസ മാസം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 കമ്പനികൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഈ കോൺട്രാക്ട് പീരീഡിൽ ഈ സർവീസ് കൊടുത്തിരിക്കണമെന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഈ കെമിക്കൽ ഫാക്ടറി എക്സാമ്പിളിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ തീപിടുത്തവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഫയർ സ്റ്റേഷൻ സർവീസ് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധവുമില്ല. സർവീസ് കോൺട്രാക്ട് പീരീഡിൽ പൈസ ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇത് വാലിഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിൽ സെക്ഷൻ 51 പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സർവീസ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒരു പ്രശ്നമല്ല, പക്ഷേ ഏതെങ്കിലും ഒരു ടൈമിൽ സർവീസ് വേണം എന്ന് വന്നാൽ അത് കൊടുക്കാനുള്ള സ്റ്റാഫും ഇൻഫ്രാസ്ട്രക്ചറും മസ്റ്റായിട്ട് ആ കമ്പനിക്ക് വേണം. അതായത് നമ്മളിപ്പോൾ ഈ കെമിക്കൽ ഫാക്ടറിയുടെ കേസിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫയർ സ്റ്റേഷൻ അത് കൊടുക്കാനുള്ള വണ്ടി വേണം, വാട്ടർ ഹോസ് വേണം, എംപ്ലോയീസ് വേണം, അങ്ങനെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. ഇതേപോലെ തന്നെ CMRLന് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനുള്ളിൽ അത് കൊടുക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചറും എംപ്ലോയീസും ഒക്കെ ഈ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണം. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഫയർ സ്റ്റേഷൻ ചെക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വണ്ടി പോലും ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു വാട്ടർ ഹോസ് ഇല്ല, പിന്നെ എങ്ങനെ ഈ സർവീസ് കൊടുക്കും? ഇതേ പ്രശ്നമാണ് എക്സാലോജിക്കിൻ്റെ കേസിലും. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു സർവീസ് നടന്നിട്ടില്ല എങ്കിൽ ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡല്ലേ? അങ്ങനെയാണെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്തൂടെ? EDക്ക് ഇതിലുള്ള പങ്ക് എന്താണ്? അവരെന്താണ് അന്വേഷിക്കുന്നത്? കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വേണമെന്ന് തോന്നിയാൽ ഒരു ഭാഗം കൂടി ചെയ്ത് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ശരി.